Hi guys, welcome to my vlog Canada. ഞാനിപ്പോൾ പുറത്താണ് നിൽക്കുന്നത്. മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ടേ നിൽക്കാൻ പറ്റുള്ളൂ. മാൻഡേറ്ററി ആണ് ഇവിടുത്തെ റൂൾ അനുസരിച്ച്. ഇത് പുറത്ത് നല്ലൊരു ക്ലൈമറ്റാണ്. നല്ല വെയിലും നല്ല തണുപ്പും ചെറിയ കാറ്റും ഒക്കെ ഉള്ളൊരു ക്ലൈമറ്റാണ്. ഇവിടെ ഞാനൊരു പാർക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ പിള്ളേരൊക്കെ കളിക്കാനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ നോയ്സൊക്കെ ഉണ്ടാവും. കേട്ടിരിക്കുന്നവർക്ക് ബോറടിക്കരുത്, ക്ഷമിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, കഴിഞ്ഞ 2 വീഡിയോയ്ക്ക് മുന്നേ ഞാൻ CIBC സ്കോഷ്യ ഒരു കമ്പാരിസൺ നടത്തി പറഞ്ഞിരുന്നു. എനിക്കിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം CIBC ഡെബിറ്റ് കാർഡൊക്കെ കിട്ടി, ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സർവീസുമാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടുകൂടി തന്നെ ഞാൻ എല്ലാവർക്കും CIBC റെക്കമെൻഡ് ചെയ്യുകയാണ്. സ്കോഷ്യ മോശമെന്നല്ല, ഇപ്പോഴും ഞാൻ പറയുന്നു. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ CIBC വളരെ നല്ലതാണ്. അപ്പോൾ CIBCയുടെ ആ ഒരു GIC എടുക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നത്. അതൊരു ട്യൂട്ടോറിയൽ പോലെ, അത് ഞാൻ എൻ്റെ ഫോണിൽ തന്നെയാണ് ചെയ്യുന്നത്. സിസ്റ്റത്തിലായാലും സെയിം പ്രൊസീജിയർ തന്നെയാണ്. എങ്ങനെയാണ് ആ ഒരു സംഭവം എടുക്കേണ്ടത്, അതിൻ്റെ ഒരു റെഫറൽ ID എങ്ങനെയാണ്. റെഫറൽ എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ GIC അപ്ലൈ ചെയ്യുന്ന സമയത്ത് എൻ്റെ മെയിൽ ID നിങ്ങളുടെ ഒരു റെഫറൻസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും 25 CAD വെച്ചിട്ട് കിട്ടും. 25 CAD എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം ഒരു 1500 1400 അത്രയും പൈസ വരും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുകൂടി ഞാൻ പറയും. മെയിൻലി ഈ CIBCയുടെ വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞത്, സ്കോഷ്യയ്ക്കാണെങ്കിൽ 10,200 ആകുമ്പോൾ ഇതിന് 10,000 ആവുള്ളൂ. അതുപോലെ തന്നെ 2 ദിവസം കൊണ്ട് തന്നെ GIC കിട്ടും, അത് അഷ്വേർഡ് ആണ്. സ്കോഷ്യയ്ക്കാണെങ്കിൽ 8 to 14 days ആണ് നോർമലി എടുക്കാറ്. പിന്നെ റിജക്ഷൻ റേറ്റ് തീരെയില്ല, കാരണം ഇതൊരു ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ അല്ല. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻ നടത്തുന്ന പോലെ തന്നെ ആവും. അപ്പോൾ നമുക്ക് ആ പ്രൊസീജിയേഴ്സിലേക്ക് കിടക്കാം. വളരെ സിമ്പിളാണ്. ഒരു 10-15-20 മിനിറ്റ് കൊണ്ട്, ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ച് കേൾക്കുക. എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ID ഒരു മെസ്സേജ് ഇടുക. ഐ വിൽ ഹെൽപ്പ് യു. അപ്പോൾ നമുക്ക് ഒരു GIC ആപ്ലിക്കേഷൻ എന്നുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് കിടക്കാം. GIC അടയ്ക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, CIBCയുടെ GIC എന്നല്ല, ഏത് GICയുടെ കേസിലാണെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ പേരിലുള്ള, അതായത് ആർക്കാണ് GIC വേണ്ടത് ആ ആളുടെ പേരിൽ തന്നെയുള്ള അക്കൗണ്ടിൽ നിന്നായിരിക്കണം പൈസ പോകുന്നത്. നമ്മളിടുന്നത് നമ്മളുടെ പേരിൽ തന്നെയുള്ള കനേഡിയൻ അക്കൗണ്ടിലുമാണ്. അതായത് നമ്മളുടെ സ്വന്തം പേരിലുള്ള നാട്ടിലെ അക്കൗണ്ടിൽ നിന്ന് നമ്മളുടെ സ്വന്തം പേരിലുള്ള കനേഡിയൻ അക്കൗണ്ടിലേക്കാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഒരു കാരണവശാലും അത് പേരൻസിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ ആരുടെ അക്കൗണ്ടിൽ നിന്ന് വരാൻ പാടില്ല, നമ്മുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്നാണ്. അതിനാണ് GIC എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊസീജിയറിലേക്ക് കിടക്കാം. അപ്പോൾ ഈ CIBCയുടെ GIC അപ്ലൈ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഈ പറയുന്ന പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്താൽ മതി. ഞാനിതിപ്പോൾ എൻ്റെ ഫോണിലാണ് ചെയ്ത് കാണിക്കുന്നതും. ഇതുപോലെ തന്നെയാണ് സിസ്റ്റത്തിൽ ചെയ്യുകയാണെങ്കിലും. അപ്പോൾ എന്തായാലും ഈ പ്രൊസീജിയേഴ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു GIC ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇതിൽ കാണുന്ന ഈ അപ്ലൈ നോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് അതിന് മുന്നേ ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ലിമിറ്റഡ് ടൈം ഓഫർ, എൻ്റർ ഫോർ യുവർ ചാൻസ് ടു വിൻ അപ് ടു 5,000 ടുവേർഡ്സ് യുവർ ട്യൂഷൻ. അതെന്തോ അവരൊരു കോൺടെസ്റ്റ് പോലെയാണ്. ഞാനത് ചെയ്ത സമയത്ത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ചെയ്യുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് $5,000 എന്തോ ട്യൂഷൻ ഫീ, അങ്ങനത്തെ ഒരു സംഭവമാണ്. ഞാൻ ചെയ്ത സമയത്ത് ഇതില്ലായിരുന്നു. അപ്പോൾ നമുക്ക് പ്രൊസീജിയറിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ കാണുന്ന ആ അപ്ലൈ നോ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെയാണ് കാണിക്കുന്നത്. ജസ്റ്റ് അത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണ്ടത് ഈ ഒരു സ്റ്റുഡൻറ്റ് GIC പ്രോഗ്രാമാണ്. താഴെ സ്റ്റുഡൻറ്റ് ഡെപ്പോസിറ്റ് പ്രോഗ്രാമാണ്. നമുക്ക് വേണ്ടത് സ്റ്റുഡൻറ്റ് GIC പ്രോഗ്രാമാണ്. അപ്പോൾ അത് ഓൾറെഡി ടിക്കറ്റ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് വെറും ചെയ്യാൻ നിൽക്കേണ്ട. പിന്നെ ഈ എമൗണ്ട് 10,000 എന്നുള്ള ഫിക്സ്ഡ് ആണ്, അത് GICയുടെ എമൗണ്ടാണ്. സെലക്ട് പേയ്മെൻറ്റ് കൺട്രി. നമ്മൾ ഇന്ത്യയിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നതായതുകൊണ്ട് ജസ്റ്റ് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യുക, ഇന്ത്യ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ താഴേക്കുള്ളത് പെട്ടെന്ന് ലോഡായിട്ട് വരും. അതിനകത്ത് നമുക്ക് പറയുന്നുണ്ട്, അതായത് 10,000 CAD ഇക്വലൻ്റ് ആയിട്ട് നമ്മൾ എത്ര എമൗണ്ട് അടയ്ക്കേണ്ടത്. ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് 5,96,374 രൂപ 5 പൈസ അത്രയാണ് അടയ്ക്കേണ്ടത്. ഞാൻ ചെയ്ത സമയത്ത് ഒരു 55-40 അത്രയുള്ളായിരുന്നു CAD റേറ്റ്. അപ്പോൾ ആ സമയത്ത് കുറവായിരുന്നു. ഇപ്പോൾ ഒരു 6 lakhs അടുപ്പിച്ചുണ്ട്. അപ്പോൾ ആ എമൗണ്ട് വെച്ചിട്ട് നമ്മൾ ഈ സെലക്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിന് താഴെ ഐ വുഡ് ലൈക്ക് ടു പേ ഇൻ $10 ഫോർ 1.5 പ്രോഗ്രാം ഫീ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ബട്ടൺ അൺടിക്കാണോ എന്ന് ഉറപ്പ് വരുത്തുക. ഇത് നിങ്ങൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രോഗ്രാം ഫീ 150 CAD. അപ്പോൾ 10,000 പേര് നിങ്ങൾ 10,150 CAD അടയ്ക്കേണ്ടി വരും. സോ അത് അൺടിക്കാണെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം മാത്രമേ ഈ സെലക്ട് ക്ലിക്ക് ചെയ്യാവൂ. അതിനുശേഷം സ്റ്റുഡൻറ്റ് ഇൻഫർമേഷൻ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളോട് ടൈമർ ശ്രദ്ധിക്കുക. 19 മിനിറ്റ് 56 സെക്കൻഡ് എന്ന് പറഞ്ഞ ടൈമർ ഓടുന്നുണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് 20 മിനിറ്റാണ് ഇവർ സമയം തരുന്നത്. ആ 20 മിനിറ്റിനുള്ളിൽ ഈ GICയുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കാരണം 20 മിനിറ്റിനുള്ളിൽ വെച്ച് ഈ CADൻ്റെ ഒരു റേറ്റ് വ്യത്യാസം വരാം. അപ്പോൾ അവർ ആ 20 മിനിറ്റത്തേക്ക് ആ ഒരു CADൻ്റെ റേറ്റ് നിങ്ങൾക്ക് വേണ്ടി ഹോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ 20 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻഫർമേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്നത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്യുന്ന ഒരു ഫോമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ജസ്റ്റ് ടൈറ്റിൽ മിസ്റ്റർ എന്നുള്ള കൊടുക്കുക. നിങ്ങളുടെ പേരെന്താണ്. ഇപ്പോൾ ഞാൻ എൻ്റെ മല്ലു വ്ളോഗർ എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് ചെയ്യുന്നത്, മല്ലു ദെൻ വ്ളോഗർ.
ലാസ്റ്റ് നെയിം ഇല്ല എന്നുണ്ടെങ്കിൽ നോ ലാസ്റ്റ് നെയിം എന്നുള്ള ഒരു സംഭവം ഇത് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഫസ്റ്റ് നെയിം ഇൻ ഹോം കൺട്രി ലാംഗ്വേജ്, ലാസ്റ്റ് നെയിം ഇൻ ഹോം കൺട്രി ലാംഗ്വേജ്, അത് രണ്ടും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. മലയാളത്തിലാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഹോം കൺട്രി ലാംഗ്വേജ് ഏതാണോ ആ ഒരു ലാംഗ്വേജിൽ. അപ്പോൾ മലയാളത്തിലാണ് ഉദ്ദേശിക്കുന്നത്, നമുക്കത് വേണ്ട, ഓപ്ഷണലാണ്. പിന്നെ നിങ്ങളുടെ കോളേജ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ കേസിൽ സെൻറ്റിനിയൽ കോളേജ് ആയതുകൊണ്ട് ഞാൻ സെൻറ്റിനിയൽ കോളേജ് സെർച്ച് ചെയ്യുമ്പോൾ പ്രോഗ്രസ് ക്യാമ്പസ് എന്നുള്ള സെലക്ട് ചെയ്യുക. ദെൻ നിങ്ങളുടെ പ്രോഗ്രാം ഓഫ് സ്റ്റഡി എഞ്ചിനീയറിംഗ് ആണോ, എൻ്റെ കേസിൽ എഞ്ചിനീയറിംഗ് ആണ്, സോ അത് സെലക്ട് ചെയ്യുക. സ്റ്റുഡൻറ്റ് ഐ ഡി ഓപ്ഷനാണ്, വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ദെൻ ടെൻറ്റേറ്റീവ് അറൈവൽ ഡേറ്റ്, അതായത് കാനഡയിൽ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡേറ്റ്. ഇപ്പോൾ ജനുവരി 30 എന്നാണെങ്കിൽ ജനുവരി 30 കൊടുക്കുക. അപ്പോൾ ഗ്രാജുവേഷൻ ഡേറ്റ് ഓട്ടോമാറ്റിക്കലി അവിടെ വീഴും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് തിരുത്തുക. ദെൻ വാട്ട്സ് ഇൻറ്റൻറ്റഡ് യൂസ് ഓഫ് ദിസ് അക്കൗണ്ട്, എഡ്യൂക്കേഷൻ ഓർ ചൈൽഡ്, നമ്മുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ചൈൽഡിൻ്റെ എഡ്യൂക്കേഷൻ, അതാണ് അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അപ്പോൾ അതങ്ങനെ വെച്ചിരുന്നാൽ മതി. ഒക്കുപ്പേഷൻ കാറ്റഗറി സ്റ്റുഡൻറ്റ്, ഒക്കുപ്പേഷൻ ഡിസ്ക്രിപ്ഷൻ സ്റ്റുഡൻറ്റ്, അതൊന്നും മാറ്റാൻ നിൽക്കേണ്ട. ഈസ് അക്കൗണ്ട് ബെനിഫിറ്റ് തേർഡ് പാർട്ടി, അത് നോ ആയതുകൊണ്ട് നോ തന്നെ വെച്ചിരിക്കുക. പിന്നെ ഈ ബ്രൗസ് എന്നുള്ള ഭാഗത്ത് നമ്മുടെ കോളേജിൽ ഓഫർ ലെറ്ററാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി ഒന്ന് അപ്ലോഡ് ചെയ്തതായതുകൊണ്ട് ആ ഒരു പ്രൊസീജിയറിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആക്ച്വലി ഈ ഒരു GICയുടെ ഒരു പ്രൊസീജിയറിന് 3 സ്റ്റെപ്പായിട്ടാണുള്ളത്. ആദ്യം നമ്മൾ സ്റ്റുഡൻറ്റ് ഇൻഫർമേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ അതൊരു ഫസ്റ്റ് സ്റ്റെപ്പ്, ഇപ്പോൾ ഈ ചെയ്യുന്നൊരു സെക്കൻഡ് സ്റ്റെപ്പ്. പിന്നെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാം ചെയ്തിട്ടൊരു സമ്മറി വരും. ആ സമ്മറി ജസ്റ്റ് കൺഫേം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജ് മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം തേർഡ് സ്റ്റേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഓഫർ ലെറ്റർ അപ്ലോഡ് ചെയ്യണം. ഞാൻ ഓൾറെഡി ചെയ്തതായതുകൊണ്ട് ചിലപ്പോൾ ഇൻവാലിഡ് ആയിട്ടേ കാണിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ സെക്കൻഡ് സ്റ്റെപ്പിൽ വെച്ചിട്ട് നിർത്തും. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ കൺഫർമേഷനാണ്. അത് കൺഫേം ചെയ്യുന്നത് വെറും സിമ്പിളാണ്. സോ നമുക്ക് ഈ ഒരു സെക്കൻഡ് സ്റ്റെപ്പിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഈ സ്ട്രീറ്റ് നമ്പർ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങളുടെ ഹൗസ് നമ്പർ ഇപ്പോൾ 14 എന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ വീട്ടുപേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീട്ടുപേര് വല്ലതും ടൈപ്പ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ആ ഒരു സ്ഥലം ടൈപ്പ് ചെയ്യുക. ദെൻ ഇന്ത്യ ആണ്. പെർമനൻറ്റ് സ്റ്റേറ്റ് ഇപ്പോൾ കേരള എന്നാണെങ്കിൽ കേരള എന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ പെർമനൻറ്റ് സിറ്റി ഏതാണെന്ന് വെച്ചാൽ അതും ടൈപ്പ് ചെയ്യുക. പെർമനൻറ്റ് സിപ്പ്, അതായത് നിങ്ങളുടെ പിൻകോഡാണ്, അതും ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫോൺ നമ്പർ ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഏതാ നമ്പർ എന്ന് വെച്ചാൽ അങ്ങനെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ അഡ്രസ്സ്, നിങ്ങൾ ഏത് മെയിൽ ID വെച്ചിട്ടാണോ ഈ ഒരു CABC എന്നുള്ള സാധനം രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് അത് രജിസ്ട്രേഷൻ കൊടുക്കുക. പിന്നെ ഇമെയിൽ ID ഇവിടെ കൺഫേം ചെയ്യുക. ദെൻ പാസ്വേഡിൻ്റെ സ്ഥാനത്ത് ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം, ഒരു സിമ്പിൾ വേണം, ഒരു മിനിമം 8 ക്യാരക്ടേഴ്സെങ്കിലും വേണം. അത്രയും വെച്ച് പാസ്വേഡ് കൊടുക്കുക. ജസ്റ്റ് എന്നിട്ട് ഒരു പാസ്വേഡ് കൺഫേം ചെയ്യുക. പിന്നെ നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ, നിങ്ങളുടെ പാസ്പോർട്ടിൽ അടിച്ചിട്ടുള്ള നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ ഇവിടെ കൊടുക്കുക. ദെൻ പാസ്പോർട്ട് ഇഷ്യൂ ഡേറ്റ്, ദെൻ പാസ്പോർട്ട് എക്സ്പയറി ഡേറ്റ്, ഇത് രണ്ടും നിങ്ങളുടെ പാസ്പോർട്ടിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ കൺട്രി ഓഫ് സിറ്റിസൺഷിപ്പ്, അത് ഇന്ത്യ. ഡേറ്റ് ഓഫ് ബർത്ത്, അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ഇനി വരുന്നതാണ് ഞാൻ പറഞ്ഞ റെഫറൽ ഡീറ്റെയിൽസ്. അതായത് ഈ എൻ്റെ മെയിൽ ID വെച്ചിട്ടാണ് നിങ്ങൾ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും 25 കാർഡ് വെച്ചിട്ട് കിട്ടും. ഇറ്റ്സ് ഓൾമോസ്റ്റ് 1500 റുപ്പീസ് വരും നാട്ടിലെ. അപ്പോൾ അതൊരു വളരെ നല്ലൊരു ബെനിഫിറ്റാണ്. അപ്പോൾ ആ ഒരു അവസരം നിങ്ങളതിന് പാഴാക്കാതിരിക്കുക. എന്നെ നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും ഈ GICയുടെ കാര്യത്തിന് കോൺടാക്ട് ചെയ്യുന്നതാണ്. mallublogger.canada@gmail.com എന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു മെയിൽ IDയിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഇപ്പോൾ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ തരുന്നതായിരിക്കും. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് അസ്, അതിനകത്ത് ജസ്റ്റ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്നുള്ളത് സെലക്ട് ചെയ്യുക. പിന്നെ ഈ ഡീറ്റെയിൽസ് എന്നുള്ള സ്ഥാനത്ത് ഓപ്ഷണൽ ആയതുകൊണ്ട് അതിൻ്റെ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല. അപ്ലൈങ് ത്രൂ ദ റെഫറൽ പ്രോഗ്രാം, അപ്പോൾ S കൊടുക്കുക. എൻ്റെ റെഫറൽ വെച്ചിട്ടാണല്ലോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ആ S കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ടാബ് പൊങ്ങി വരും, ഇമെയിൽ അഡ്രസ് ഓഫ് റെഫറൽ എന്ന് പറഞ്ഞിട്ട്. ആ സ്ഥാനത്ത് ഞാൻ ഈ തരുന്ന ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് വെക്കുക. അതാണ് എൻ്റെ റെഫറൽ ID, ലിജോ രാജൻ 2811@gmail.com. ഇതാണ് ആക്ച്വലി എൻ്റെ റെഫറൻസ് ID. ഈ ഒരു മെയിൽ ID വെച്ചിട്ട് നിങ്ങളിത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റെഫറൻസ് പ്രോഗ്രാം മേഖല നിങ്ങൾ കടക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു മെയിൽ ID ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അതിനകത്ത് നിങ്ങൾ ജസ്റ്റ് ആ ഒരു മെയിൽ ID കൊണ്ടുവന്ന് ഈ ഒരു റെഫറൽ കൊടുക്കേണ്ട സ്ഥാനത്ത് നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിരുന്നാൽ മതി. അതിനുശേഷം ചെയ്യേണ്ടത് റെമിറ്റിംഗ് ബാങ്ക്. ഇപ്പം നിങ്ങളുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ SBI വഴിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള സെർച്ച് ചെയ്യുക. അപ്പോൾ തന്നെ വരും. ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, നിങ്ങളുടെ സ്വന്തം അക്കൗണ്ട് നമ്പർ അത് ടൈപ്പ് ചെയ്യുക ഇവിടെ. അതിനുശേഷം നിങ്ങളുടെ പാൻ നമ്പർ. ഈ പാൻ നമ്പർ മാൻഡേറ്ററി ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല, പക്ഷേ കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കൊടുക്കണം, തെറ്റിപ്പോകാൻ ചാൻസ് വരരുത്. അതിനുശേഷം നിങ്ങളുടെ ഡിക്ലറേഷനാണിത്. അപ്പോൾ ഇത് നിങ്ങൾ ടിക്ക് ചെയ്യുക, എന്താണെന്ന് വായിച്ച് നോക്കിയിട്ട് ടിക്ക് ചെയ്യുക. സംഭവമൊന്നും പ്രശ്നമുള്ള കാര്യങ്ങളല്ല. എൻ്റെ തൊട്ട് താഴെ ഐ കൺഫേം ദാറ്റ് ഐ ഹാവ് മെയ്ഡ് എ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ഓൺ ദ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഈ സാധനം S പോകണം. അങ്ങനെ S പോയി കഴിഞ്ഞാൽ എന്ത് ട്രാൻസാക്ഷനാണ് ചെയ്തത്, എത്രയാണ് എന്നുള്ളത് അവർ ചോദിക്കും. നമുക്കിപ്പോൾ ട്രാൻസാക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നോ എന്ന് കൊടുക്കുന്നു. അടുത്ത കൺഫർമേഷൻ നിങ്ങൾ ഇതുവരെ നടത്തിയിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ച് $2,50,000 USD കുറവാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും ടിക്ക് ചെയ്യുക.
ഇത് റെമിറ്റൻസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നത്, അതാണ് അടുത്ത കണ്ടീഷൻ. അതും ടിക്ക് ചെയ്യുക. ആ കൺഫേം ദാറ്റ് ഓൾ ദ എബോവ് ഇൻഫർമേഷൻ ഈസ് ആക്യുറേറ്റ്, എല്ലാം കറക്റ്റ് ആണ് എന്നുള്ളത് അതും ടിക്ക് ചെയ്യുക. അതിനുശേഷം ഈ പേയ്മെൻറ്റ് സമ്മറിയിലേക്ക് പോകണം. ഞാനിപ്പോൾ ഈ പേയ്മെൻറ്റ് സമ്മറി ക്ലിക്ക് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല, കാരണം ഇമെയിൽ ID കാര്യങ്ങളൊന്നും ഞാൻ കൊടുക്കാത്തതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേയ്മെൻറ്റ് സമ്മറി കൊടുക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അവർ ആ ഒരു ഡീറ്റെയിൽസ് ഫുള്ള് കാണിച്ചു തരും. അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം എല്ലാം നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം അത് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത് ഏകദേശം 24, ചിലർക്കൊക്കെ എനിക്കൊരു 10 hours 12 hours എടുത്തുള്ളൂ. ഒരു 24 hours നിങ്ങൾക്കൊരു കൺഫർമേഷൻ മെയിൽ വരും. ആ കൺഫർമേഷൻ മെയിലിനകത്ത് നിങ്ങളുടെ GSC അക്കൗണ്ടിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് അവരൊരു പേയ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കും. ആ പേയ്മെൻറ്റ് ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞേക്കുന്ന പോലെ ബാങ്കിൽ ചെന്ന് ഒരു ട്രാൻസ്ഫർ മെസ്സേജ് ഉണ്ട് അതിനകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ട്രാൻസ്ഫർ മെസ്സേജ് എല്ലാം ഉൾപ്പെടുത്തി നിങ്ങൾ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടിലേക്ക് ക്യാഷ് അയയ്ക്കുക. ക്യാഷ് അയക്കാനായിട്ട് അവർ നിങ്ങൾക്ക് തരുന്ന ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 1 week ആണ്. ആ 1 weekനുള്ളിൽ തന്നെ നിങ്ങൾ ആ ക്യാഷ് അയക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്ചേഞ്ച് റേറ്റിന് വ്യത്യാസം വരും. ഇപ്പോഴിവിടെ ഈ ടൈമർ ഓടുന്നുണ്ടല്ലോ 9:53. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഇത് തീർക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ക്യാഷ് അയച്ച് പിന്നെ ഒരു 24 hours ഒരു നിങ്ങൾക്കൊരു കൺഫർമേഷൻ മെസ്സേജ് വരും, ഇന്ന പൈസ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോയി ഒരു 2 days നിങ്ങൾക്ക് GSC മസ്റ്റായിട്ടും കിട്ടിയിരിക്കും. അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ക്യാഷ് അടയ്ക്കുമ്പോൾ നമ്മളൊരു ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻ ആണല്ലോ. അപ്പോൾ നെഫ്റ്റോ RTGS ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബാങ്കിൽ ചെന്ന് ഇതിപ്പോൾ ചെക്ക് വഴിയായിരിക്കും മിക്കവാറും കൊടുക്കുന്നത്. അപ്പോൾ ഈ കൊടുക്കുന്ന സമയത്ത് ബാങ്കുകാരുമായിട്ട് ശ്രദ്ധിച്ച് പറയേണ്ട ഒരു കാര്യം, അതായത് നിങ്ങളുടെ അയക്കേണ്ട ഫീ എത്രയാണോ അത് കറക്റ്റായിട്ട് അവിടെ ചെല്ലണം. ഈ ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ ഫീ എന്നുള്ളത് സെപ്പറേറ്റേ പിടിക്കാൻ പാടുള്ളൂ. കാരണം നിങ്ങൾ അയക്കുന്ന എമൗണ്ടിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസാക്ഷൻ ഫീ അതിനകത്തുനിന്ന് കുറയും. അപ്പോൾ ഫുൾ എമൗണ്ട് ആയിരിക്കില്ല അവിടെ ചെയ്യുന്നത്, അത് റിജക്ഷനുള്ള ചാൻസാണ്. സോ ബാങ്കിൽ പറയുമ്പോൾ ശ്രദ്ധിക്കുക, ട്രാൻസാക്ഷൻ ഫീ സെപ്പറേറ്റായിട്ട് പിടിച്ച് ഈ ഒരു ഫുൾ എമൗണ്ട് തന്നെ അവിടെ ചെല്ലണം എന്നുള്ള രീതിയിൽ ബാങ്കിൽ പറയുക. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ കഴിഞ്ഞതിന് ശേഷം ബാങ്കിൽ നിന്ന് നിങ്ങൾക്കൊരു റെസിപ്റ്റ് തരും, നെഫ്റ്റ് അല്ലെങ്കിൽ RTGSൻ്റെ റെസിപ്റ്റ്. ആ റെസിപ്റ്റ് നിങ്ങൾ CABC അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തതിന് ശേഷം അതിൽ അപ്ലോഡ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ GSC അവർ പ്രോസസ്സ് ചെയ്യുള്ളൂ. നിങ്ങൾ റെസിപ്റ്റ് അപ്ലോഡ് ചെയ്ത് 2 daysനുള്ളിലാണ് ഈ GSC കിട്ടുന്നത്. റെസിപ്റ്റ് അപ്ലോഡ് ചെയ്യാൻ താമസിച്ചു കഴിഞ്ഞാൽ അത് പിന്നെയും താമസിക്കും. സോ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ പ്രൊസീജിയേഴ്സ്. അതുപോലെ തന്നെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സിന് മേളിലായിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ് ഫാമിലി. അറിയാത്തവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടതിനും നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും വളരെയധികം നന്ദി. പ്ലീസ് കീപ് വാച്ചിങ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. താങ്ക് യു. ബൈ.